ഈ ഡയാങ്കിൾ അത് നമ്മുടെ മർമ്മത്തിൻ്റെ ഭാഗങ്ങളിൽ വരുന്നതാണ്. ഈ ആ ഡയാങ്കിൾ ടച്ച് ചെയ്യുന്ന ഒരു കിണറിൽ ആ വീടുകാർക്കും ദോഷാദികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗ്രഹനിർമ്മാണം ഈ സാധാരണ രീതിയിൽ എല്ലാവരും വീട് വയ്ക്കാൻ സമയത്ത് ഒരുപാട് കഷ്ടപ്പാടുകളിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു വല്ലാത്തൊരു വേവലാതിയിലുമാണ് പോകുന്നത്. ഈ സാധാരണ വീട് വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വീട് നമ്മൾ എല്ലാ ഭൂമിയിലും വീട് വയ്ക്കാൻ പറ്റില്ല. അപ്പം നമുക്കറിയാം, ഇപ്പം ഈ തുടർച്ചയായിട്ടുള്ള ഈ മഴ സമയത്ത് തന്നെ നമുക്ക് ഈ ടി വികളിലൊക്കെ കാണാൻ കഴിയും. ഇതൊക്കെ കേൾക്കുമ്പം എല്ലാവരും ചിലപ്പം ചിരിച്ചെന്ന് വരും. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ച ഈ ശാസ്ത്രം അന്ന് ഇത് തെറ്റാണെന്ന് പറയാൻ കഴിയുമോ? എന്തെന്നാൽ അന്ന് അവർ മുൻകൂട്ടി ചിന്തിച്ചത് കൊണ്ടല്ലേ ഈ ശാസ്ത്രത്തിൽ നിൽക്കാതെ വീട് വെച്ചതിൻ്റെ ഒരു പരിണിത ഫലങ്ങളല്ലേ ഇപ്പം ഈ അടുത്ത സമയത്ത് തന്നെ കേരളത്തിലെമ്പാടും, കേരളത്തിലെന്നല്ല നമ്മുടെ നാടുകളിൽ രൂപപ്പെട്ടിട്ടുള്ള ഈ വീടുകളുടെ നാശങ്ങൾ ഞാൻ പറഞ്ഞു. എല്ലാ ഭൂമിയിലും വീട് വയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ ഉപരിതലം, അതിൻ്റെ കിടപ്പുവശം, അതിൻ്റെ ജലാശയം, അതിലെ മരങ്ങളും ഇതെല്ലാം പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ, പ്രകൃതി എങ്ങനെയാണ് മനുഷ്യനുമായിട്ട് ഇണങ്ങുന്നത്, ആ ഇണങ്ങുന്ന സ്ഥലത്ത് നമുക്ക് ഗൃഹനിർമ്മാണം നടത്താൻ പറ്റും. അത് ഉത്തമനായിട്ടുള്ള ഒരു ശാസ്ത്രം ഗ്രസിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് കഴിയും. അതിൻ്റെ ഭൂമിയിലൊരു കാൽസ്പർശം വയ്ക്കുമ്പം തന്നെ നമുക്ക് ഈ വീട് മനുഷ്യന് വസിക്കാൻ പറ്റിയ വാസ്തുശാസ്ത്ര യോഗ്യമുള്ള ഭൂമിയാണോ എന്ന് പറയുവാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥമായിട്ട് അല്പം കുറച്ച് വാസ്തുകാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയെ സമീപിച്ചുകൊണ്ട് ഒരു ക്ലയൻറ്റ് നിർമ്മാണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹം വിചാരിക്കുന്നതിൽ എത്രയോ മുൻപ് തന്നെ ആ വീട്ടിൻ്റെ പണി പൂർത്തിയാവുകയും അതുപോലെ തന്നെ സമ്പത്തായാലും മറ്റ് ഭൗതിക ഗുണങ്ങളും അദ്ദേഹത്തിന് ഏറി വരികയും അത് അദ്ദേഹത്തിന് കടത്തിൽ ചെന്ന് അവസാനിക്കാതെ തന്നെ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ നിന്നും രൂപഭംഗിയിലും അതിൻ്റെ ഉള്ളറകളും എത്രത്തോളം മനോഹരമാക്കി പൂർത്തിയാക്കുവാൻ സാധിക്കും, ആ നിലയിൽ ചെന്നെത്തുമെന്നുള്ള സത്യമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ, ഒട്ടനവധി വ്യക്തികളും എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ അറിയേണ്ട സംബന്ധിച്ച് ഒരു വീട് വയ്ക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞു കൊടുക്കാമോ? പറഞ്ഞു കൊടുക്കാം. ഞാൻ പറഞ്ഞു, നല്ലൊരു ഭൂമിയായിരിക്കണം. അത് കിഴക്കും വടക്ക് കിഴക്ക് ഇവിടെയൊക്കെ ചരിവുള്ള ഭൂമിയായിരിക്കണം. എന്നാൽ എല്ലാവരും ചോദിക്കും, ഇങ്ങനെയുള്ള ഭൂമി ഉണ്ടോ? അപ്പോൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ, എല്ലാ ഭൂമികളിലും മനുഷ്യവാസമല്ല. അപ്പോൾ മനുഷ്യവാസമുള്ള ഭൂമിയിൽ ഏതെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഭൂമി മാത്രവും കിട്ടത്തില്ല. എങ്കിൽ നമ്മൾ ഉപരിതലം സമതലമായിട്ടും ചില സ്ഥലങ്ങളിൽ ചരിവും കുന്നും ഇവയൊക്കെ ഉള്ളിടത്തും നമ്മൾ വസിക്കുന്ന ഭൂമിയെങ്കിലും സംരക്ഷണ ഭിത്തി 4 ചുറ്റും സ്ക്വയറായിട്ട് ദീർഘചതുരമായിക്കോട്ടെ, ആ ചതുരശ്രകരമായിട്ടുള്ള, പണ്ട് നമ്മൾ വരമ്പ് അതിരെന്നൊക്കെ പറയും. ഈ അതിരുകൾ വെട്ടിയാലും മതി. അതിരുകൾ വെച്ചുകൊണ്ട് അതിനകത്ത് നിറച്ചും വീടല്ല വയ്ക്കേണ്ടത്. ഇപ്പം 3 സെൻറ്റായാലും എല്ലാവരും നമ്മൾ ഇതിലേക്ക് വാദപ്രതിവാദങ്ങളെ പറയാറുണ്ട്. ഞങ്ങൾക്ക് 5 സെൻറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ 3 സെൻറ്റ് ഉള്ളവർ എന്തും. അല്പക്ഷേത്ര വിധിയുണ്ട്. അല്പക്ഷേത്ര വിധിയിൽ ഈ കണ്ടീകരണ പ്രക്രിയ ചെയ്തുകൊണ്ട് അതിൻ്റെ കോഷ്ടങ്ങളാക്കിക്കൊണ്ടും 9 ഗുണമുണ്ട്, 9 കൊണ്ട് അത് ഡിവൈഡ് ചെയ്ത് 81 കോഷ്ടങ്ങളാക്കി അതിൻ്റെ കോഷ്ടങ്ങളിലെ പുറത്തുള്ള 4 സൈഡിലുമുള്ള പുറത്തുള്ള വീതികളെ പിശാച വീതിയായി കണക്കാക്കി അതിൽ കയറാതെ നമ്മൾ ഈ ബ്രഹ്മവീതി മുതൽ ബ്രഹ്മവീതി, ഗണേശവീതി, അഗ്നിവീതി, ജലവീതി, നാഗവീതി, ഈ കുബേരവീതി, പിശാചി വീതി, ഈ വീതികളെ അതിര് കടക്കാതെ ക്രമപ്പെടുത്തി വീട് വയ്ക്കുവാൻ ഒരു ഉത്തമനായിട്ടുള്ള ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധന് കഴിയുമെങ്കിൽ ആ വീട് വളരെ യോഗ്യമാക്കി എടുക്കുവാൻ ആ വീട്ടുകാർക്കും കഴിയും. അപ്പോൾ അതിനെ ഞാൻ നേരത്തെ ഈ സൂചിപ്പിച്ച
ഭൂമി കഴിഞ്ഞാൽ അതിന് ഉത്തമമായി നമ്മളൊരു വിത്തിടുന്ന കണക്ക്, ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന കണക്ക് തന്നെയാണ്. നമ്മൾ ഈ ശിലാസ്ഥാപന കർമ്മം പറയും. ആദ്യം നമ്മളൊരു ഭൂമി കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഭൂമിയിൽ നമ്മൾ കുറ്റിയിടി ചടങ്ങെന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. അത് ആ കുറ്റിയിടി ചടങ്ങെന്ന് പറയുന്നത് വാസ്തുശാസ്ത്രത്തിൽ വലിയൊരു ചടങ്ങായിട്ടല്ല വരുന്നത് എങ്കിലും അത് നമ്മളൊരു ശുഭകാര്യത്തിനിടങ്ങുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെയാണ് വിളക്കും ഈ പടുക്കയൊക്കെ വെച്ച് ഗണപതി ഒരുക്കൊക്കെ വെച്ച് നന്നായിട്ട് തന്നെയാണ് ആ കുറ്റി സ്ഥാപന കർമ്മം. ഈ കുറ്റി സ്ഥാപന കർമ്മം മുതൽ ഈ വീട്ടിൻ്റെ പാല് കാച്ചി കയറുന്നത് വരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങാണ്. അപ്പോൾ ഈ കുറ്റി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശിലാസ്ഥാപന കർമ്മമാണ് നടത്തുന്നത്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് കണക്ക് ശുക്ലനിക്ഷേപം എന്നാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന കണക്ക് ആ ശിലയെ എങ്ങനെയാണ് നമ്മൾ പരിപാലിച്ച് അത് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി അത് അതിൽ പിന്നീട് നവധാന്യം അതുപോലെ ഈ രത്നങ്ങളൊക്കെ കൊണ്ട് വളരെ അലങ്കരിച്ച് നവരത്നങ്ങളും അതുപോലെ ഞവരനെല്ല് ഇതുപോലുള്ള ധാന്യങ്ങളൊക്കെ ഇടിച്ച് പഞ്ചലോഹങ്ങളും എല്ലാം കൊണ്ട് മൂടി ഇതിനെ തോർത്തൊക്കെ ഇട്ട് മൂടി ഒരു പൂജ നടത്തും. പൂജ നടത്തി നമ്മുടെ ഒരു പ്രപഞ്ചത്തിലെ ഒരു ശക്തിയെ അതിലേക്ക് കൊടുത്തുകൊണ്ട് ആചാര്യൻ ഈ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുമ്പോൾ ഈ കുട്ടി വളരുന്നത് കണക്ക് തന്നെ ഈ വീട് വളർന്ന് പൂർത്തീകരണ പ്രക്രിയ നടക്കും. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഉണ്ട്. മധ്യാന്ത്യങ്ങളിൽ വാസ്തുപൂജ ചെയ്യണമെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ മദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കട്ടള എന്നുള്ള സങ്കല്പത്തിൽ നേരത്തേക്ക് ഉത്തരം വെപ്പും ഉണ്ടായിരുന്നു. ഇന്ന് വാർത്ത വീടുകളാണ്. അപ്പോൾ കട്ടള, ഈ കട്ടള നിർമ്മാണം നടത്തുമ്പോഴും കട്ടളയും വെച്ച് അതിൻ്റെ മധ്യത്തെ സ്വർണ്ണശകലം അതുപോലെ നവരത്നങ്ങളൊക്കെ വയ്ക്കാം. ഇതൊക്കെ വെച്ച് അത് എന്താണ് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലെ തന്നെയാണ്. നമ്മുടെ എന്താണ് ഇതം ശരീര കൗന്ദേയ ക്ഷേത്രമിദ്യ വിധീയത എന്നല്ലേ, നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം. ഈ ശരീരത്തെ നിർമ്മിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഗ്രഹനിർമ്മാണ പ്രക്രിയയും. അതിൻ്റെ നമ്മുടെ നവതാരങ്ങൾ ഉള്ളതുപോലെ അതിലും ദ്വാരങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുൻവശത്തെ വാതിൽ ആ മെയിൻ കട്ടളയുടെ അടിയിൽ നമ്മൾക്ക് നവരത്നങ്ങളും അതുപോലെ പഞ്ചലോഹങ്ങളൊക്കെ വെച്ച് പരിപോഷിപ്പിച്ചു കഴിഞ്ഞാൽ അതിലൂടെയും ഐശ്വര്യങ്ങൾ വീടിനകത്തേക്ക് പ്രവഹിക്കും. ഇത് കഴിഞ്ഞാൽ ഈ വീടിൻ്റെയൊക്കെ പൂർത്തീകരണം നടക്കുമ്പോൾ നമ്മൾ കിണർ നിർമ്മാണം അതുപോലെ ഉപശാലകളുണ്ടെങ്കിൽ അത് കക്കൂസിൻ്റെ കുഴി ഇവയെല്ലാം കൃത്യമായ സ്ഥാനത്ത് തന്നെ കൊണ്ടെത്തിച്ച് നമ്മൾ നിർമ്മാണം നടത്തണം. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ കക്കൂസിൻ്റെ കുഴിക്കാണല്ലോ ഇത്, കക്കൂസിൻ്റെ കുഴി എവിടെയായിരുന്നു? അപ്പോൾ ഈ മാലിന്യം എന്ന് പറയുമ്പം മലിനത്തിൽ വസിക്കും അല്ലെ മലിനകാരകൻ, അത് നമുക്ക് ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വൃശ്ചിക രാശിയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ ശനിയെ കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പടിഞ്ഞാറ് വശത്താണ് ഒരു വീട്ടിൻ്റെ ഉത്തമമായിട്ടുള്ള മലിനക്കുഴി നിർമ്മിക്കാൻ കഴിയും. എങ്കിൽ ഈ നമ്മളൊക്കെ ഇവിടെയൊക്കെ പറയുന്നത് പോലെ പോയി പ്രാക്ടീസ് ചെയ്യാൻ ആരും തുനിയരുത്. പടിഞ്ഞാറല്ലേ പറഞ്ഞത്, ഇല്ല ആചാര്യൻ പറഞ്ഞത്, ഞാൻ പടിഞ്ഞാറ് വശത്ത് കുഴിച്ചത് കൊണ്ടാണ് എനിക്ക് ഇന്നത് സംഭവിച്ചതെന്ന് നാളെ ഇതേ കണക്ക് പബ്ലിക്കായിട്ട് പറയാനും ഇട വരും. പക്ഷേ ആ വസ്തുവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയണം. ദർശനശക്തിയുള്ളൊരു ശാസ്ത്രകാരന് കഴിഞ്ഞാൽ അത് വിജയിച്ചു കഴിഞ്ഞ്. അതുപോലെ തന്നെയാണ് കിണറിൻ്റെ വടക്ക് കിഴക്കേ ഉള്ള ഒരു ഡയാങ്കിളുണ്ട്. ഡയാങ്കിളിനെ സ്പർശിച്ചുകൊണ്ട് കിണർ നിർമ്മാണം നടത്തിയിട്ടുള്ള വീടുകളൊക്കെ ഞാൻ കൺസൾട്ടേഷൻ നടത്തിയപ്പോഴും എനിക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടുത്തെ ഗൃഹനാഥനോ അതുപോലെ തന്നെ, ഇത് നമ്മൾ ഭയപ്പെടുത്തുകയൊന്നുമല്ല, ഈ ഡയാങ്കിൾ അത് നമ്മുടെ മർമ്മത്തിൻ്റെ ഭാഗങ്ങളിൽ വരുന്നതാണ്. ഈ ആ ഡയാങ്കിൾ ടച്ച് ചെയ്യുന്ന ഒരു കിണറിൽ ആ വീടുകാർക്കും ദോഷാദികൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കിണർ നമ്മൾ മീനൻ രാശിയുണ്ട്, കുംഭൻ രാശിയുണ്ട്, മകരവുമുണ്ട്. ഇങ്ങനെയുള്ള രാശികളിലൊക്കെ നമുക്ക് കിണർ ഉത്തമമായിട്ട് നമുക്ക് കുഴിച്ച് നമുക്ക് ധാരാളം ജലം ലഭിക്കും. അതിൽ കുംഭക്കിണറാണ് ഏറ്റവും ഈ ഗ്രഹനിർമ്മാണത്തിനൊക്കെ നമുക്ക് യോഗ്യമെന്നല്ല,
നമ്മൾ ഈ ഡാങ്കിൾ തട്ടാതെ വരുമ്പം കുംഭക്കിണറായിട്ടാണ് നമുക്ക് കൂടുതൽ ഈ വീടുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. അമ്പലങ്ങൾക്കൊക്കെ മീനൻ രാശിയിലെ കിണറുകൾ ധാരാളം ജലവും സമൃദ്ധിയും ലഭിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ എല്ലാവരും ഈ വീട് വയ്ക്കുന്ന സമയങ്ങളിൽ, ഗൃഹനിർമ്മാണ സമയങ്ങളിൽ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോട്ടെ. പക്ഷേ എന്നാലും ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തിക്കോട്ടെ. പറയും. അപ്പം വീട് പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വീടൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും വളരെ ഭംഗിയായിട്ടും കാശുകളും വളരെ ധാരാളം ചിലവഴിച്ച് ചെയ്യട്ടെ. അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ചെയ്യണമല്ലോ. അവരുടെ നിലനിൽപ്പിനനുസരിച്ചും അവരുടെ സ്ഥിതി അനുസരിച്ച് ചെയ്തോട്ടെ. പക്ഷേ അവസാന സ്റ്റേജിലാണ് ഇവർ ചുരുക്കുന്നത്. ഒരു ഗണപതി ഒരുക്ക് വയ്ക്കാൻ വരെ അത് ഭയപ്പാടുള്ള വ്യക്തികളുണ്ട്. ഒരു ഗണപതി ഒരുക്കും ഒരു വിളക്കും കത്തിച്ച് കയറാൻ തന്നെ ചിലവർക്ക് അത് നാണക്കേടായിട്ട് തോന്നുന്ന ചില അംഗങ്ങളും ഉണ്ട്. എങ്കിൽ ഇവിടെ നമ്മൾ അന്നത്തെ ദിവസം വളരെ സന്തോഷവും ആനന്ദകരവുമാക്കുന്നതിന് വേണ്ടി തന്നെ ഇത് നിർമ്മിച്ച് പൂർത്തിയാക്കി തന്ന ശില്പികളെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവരേക്കും വിളിച്ചവർക്ക് അത് തലേ ദിവസം നടത്തുന്ന ഒരു ചടങ്ങുമായിട്ടുമുണ്ട്. താക്കോല് വാങ്ങി തലേ ദിവസം അവരെ പരിപോഷിപ്പിച്ച് സന്തോഷിപ്പിച്ച് അവർക്ക് എല്ലാ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ നൽകി സന്തോഷിപ്പിച്ച് അവരുടെ ഈ ആത്മസംതൃപ്തി നേടണമെന്നാണ് ക്ലയൻറ്റിന്. അങ്ങനെ കേൾക്കുകയും അതുപോലെ തന്നെ തലേ ദിവസം രാത്രി വാസ്തുബലി എന്നുള്ളൊരു ചടങ്ങുണ്ട്. ഈ വാസ്തുബലിയിൽ നമ്മളെ ഈ വാസ്തു ദോഷങ്ങൾ മാറ്റുവാനായിട്ട് വാസ്തുദേവനെ വേണ്ടി ബലി ചെയ്ത് തൃപ്തിപ്പെടുത്തി കഴിയുമ്പോൾ ഇവിടെ ഒരു ബൾബ്, ഇവിടെ കറണ്ട് വേറെ ഉണ്ട്, പക്ഷേ ബൾബ് അവിടെ നിൽക്കുകയാണ്. ഈ ബൾബും അതുപോലെ കറണ്ടും വ്യത്യസ്തമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രകാശം ലഭിക്കില്ല എന്ന് പറയുന്ന, ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളൊരു വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനൊരു ശക്തി വേണമെങ്കിൽ വാസ്തുബലി നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. എല്ലാ വീട്ടുകാരും വാസ്തുബലി ചെയ്യാൻ വലിയ കാശൊക്കെയാണ് എന്നുള്ള അതിന് പിറന്നോട്ട് പിടിക്കും. ഗണപതി ഹോമവും പിറ്റേന്ന് നടത്തി സംതൃപ്തിയായി പഞ്ചശിര സ്ഥാപനവും ചെയ്യുന്ന ഒരു വീട് ഒരു കപ്പൽ എങ്ങനെയാണ് നങ്കൂരമിട്ടിരിക്കുന്നത് അതുപോലെ ചലിച്ചുകൊണ്ടിരിക്കും. എന്തായാലും അനിൽജി പറഞ്ഞതുപോലെ നമുക്ക് ഈ പറയുന്ന വാസ്തുബലിയും പഞ്ചശിരസും നമുക്ക് സെപ്പറേറ്റ് ഒരു ഡിസ്കഷനിലേക്ക് വരാം. ഈ പറയുന്ന വീട് നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് താങ്കൾ നന്നായിട്ട് പറഞ്ഞു. ആൾക്കാരത് ഫോളോ ചെയ്യട്ടെ, നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. അതിലുമുപരി ഇന്നത്തെ കാലങ്ങളിൽ തിരക്കിട്ട് നടക്കുമ്പോൾ ഈ പറയുന്ന കിണറിൻ്റെ സ്ഥാനമോ കക്കൂസിൻ്റെ സ്ഥാനമോ ബെഡ്റൂമിൻ്റെ സ്ഥാനമോ പലരും നോക്കാറില്ല. പക്ഷേ പല ഫാമിലി സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള സംഭവമാണ്. എന്നാലും വാസ്തുദോഷങ്ങൾ മാറ്റി ഈ പറയുന്ന വാസ്തുശാസ്ത്രത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോട്ടെ. നന്ദി, നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.